പിണറായി വിജയൻ, കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, ധർമ്മടം എന്ന് പറയുന്ന മണ്ഡലം, ധർമ്മടം ഇടതുമുന്നണിയുടെ ഉരുക്കുകോട്ടയാണ്. ഇടതുമുന്നണി സ്ഥാനാർത്ഥി ആരെ മത്സരിപ്പിച്ചാലും അവിടെ ജയിക്കും, അങ്ങനെയായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്ന ഒരു പ്രതീതി. പക്ഷേ അനിഷേധ്യനായ നേതാവ്, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ നായകൻ എന്ന് പറയുന്ന അത് പാർട്ടിക്കാര് നമ്മുടെ നായകൻ എന്ന് ആവർത്തിച്ച് പറയുന്ന പിണറായി വിജയന് വലിയ തിരിച്ചടിയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് കോട്ടക്കൊത്തളങ്ങളെല്ലാം തകർന്ന് അടിയുന്ന ഒരു കാഴ്ചയാണ്. അതുപോലെ ഗൗതം, കൈക്കുമ്പിളിൽ ഇരിക്കുന്ന വോട്ടുകൾ പോലും ചോരുന്നു എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്. ഇതൊരു വലിയ രാഷ്ട്രീയ മാറ്റം തന്നെയല്ലേ. ഇവിടെ CPM-കാർ തന്നെയാണ് CPM സ്ഥാനാർത്ഥിക്കെതിരെ വോട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഗൗതം, 20 വർഷത്തിന് ശേഷമാണ് കോഴിക്കോട് ജില്ലയിൽ നിന്ന് കോൺഗ്രസിന് ഒരു MLA ലഭിക്കുന്നത്. അവിടെ ബേപ്പൂരിൽ മരുമകൻ മാത്രമാണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്, മുഹമ്മദ് റിയാസ് മാത്രമാണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. ബാക്കി എല്ലാ മണ്ഡലങ്ങളിലും മുന്നിട്ട് നിൽക്കുന്നത് UDF സ്ഥാനാർത്ഥികളാണ് എന്നുള്ളതാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായുടെ ഒരു പ്രതികരണം വരികയാണ്. ടാറ്റ ബൈ ബൈ ദീദി എന്നതാണ്. ടാറ്റ ബൈ ബൈ കൊടുക്കുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ. ഇനിയും പശ്ചിമ ബംഗാളിന്റെ മണ്ണിൽ ദീദിയുടെ അനാവശ്യമായ വെരുട്ടലുമൊന്നുമില്ല. ഇനിയും ഭാരതീയ ജനതാ പാർട്ടിയുടെ മുഖ്യമന്ത്രി അവിടെ വരികയാണ്. ബംഗാളി സംസാരിക്കുന്ന, പശ്ചിമ ബംഗാളിന്റെ സംസ്കാരം ഉൾക്കൊള്ളുന്ന ഒരു ബംഗാളി മുഖ്യമന്ത്രി പശ്ചിമ ബംഗാളിൽ ഉണ്ടാകുമെന്ന് BJP ഉറപ്പ് നൽകിയിരിക്കുന്നു. ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ എക്സിൽ ദീദി ടാറ്റ ബൈ ബൈ എന്ന പ്രതികരണം നൽകിയിരിക്കുന്നു. നമുക്കും പറയാം ദീദി ടാറ്റ ബൈ ബൈ, ദീദി ടാറ്റ ബൈ ബൈ. കാരണം പശ്ചിമ ബംഗാളിന് അവിടുത്തെ ജനതയ്ക്ക് കൊടുത്ത ഉറപ്പാണ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും കൊടുത്ത ഉറപ്പാണ്. ഏത് എക്സ്റ്റെൻഡിൽ പോയി കഴിഞ്ഞാലും അധികാരം തൂത്തെറിയും. ഇനി ഒരു കാരണവശാലും മമതാ ബാനർജിയെയും കൂട്ടരെയും അധികാര കസേരയിൽ ഇരുത്തില്ല എന്നവരൊരു ശക്തമായിട്ടുള്ള നിലപാട് എടുത്തു. വോട്ടർമാർ അല്ലേ, ആ ഉറപ്പ്, ആ ജനതയ്ക്ക് കൊടുത്ത ഉറപ്പ് അത് പാലിച്ചിരിക്കുന്നു പ്രബുദ്ധരായിട്ടുള്ള വോട്ടർമാർ. എന്തൊരു പോളിംഗ് ആയിരുന്നു, എത്ര പെർസെന്റേജ് ആണ് അല്ലേ 2 ഘട്ടങ്ങളിലായി നടന്ന തെരഞ്ഞെടുപ്പിൽ എവിടേക്കാണ് എത്തിയത് എന്നുള്ളത് തന്നെയാണ്. കാരണം കൃത്യമായി പറയുകയാണെങ്കിൽ BJP അവിടെ മുന്നോട്ട് വെച്ചത് സ്ത്രീ സുരക്ഷ, അതിന് തന്നെയായിരുന്നു ഏറ്റവും പ്രാധാന്യം നൽകിയത്. രണ്ടാമത് വികസനം, ഇത് രണ്ടിലും തന്നെയാണ് ഞങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്നുള്ളത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അത് ജനങ്ങൾ പൂർണ്ണ വിശ്വാസത്തിലെടുത്തു. 100% അവിടെ അത് വിജയിച്ചു എന്നുള്ളത് തന്നെ. സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്താൻ, പശ്ചിമബംഗാളിൽ സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്താൻ, അതുപോലെ വികസനപരമായി പശ്ചിമബംഗാളിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത് BJPക്ക് മാത്രമാണ് എന്ന് പശ്ചിമ ബംഗാളിലെ ജനത, പ്രബുദ്ധരായിട്ടുള്ള ജനത തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതിന്റെ ഫലമാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. കേവല ഭൂരിപക്ഷം അല്ലെ, കേവല ഭൂരിപക്ഷം കടന്ന് BJPയുടെ വലിയ മുന്നേറ്റം അവിടെ, വലിയൊരു തേരോട്ടം, കാവി തേരോട്ടം തന്നെയാണ് പശ്ചിമ ബംഗാളിൽ സംഭവിച്ചിരിക്കുന്നത്. അസാമിന്റെ കാര്യം നമ്മൾ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ആവശ്യമില്ല. നേരെ നമുക്ക് അമ്പലപ്പുഴയിലേക്ക് വന്നാലോ. G. സുധാകരന്റെ ലീഡ് 6118 ആയിരിക്കുകയാണ്. പാർട്ടിയെ വെല്ലുവിളിച്ച് CPM-ന്റെ സംഘടനാ സംവിധാനത്തിനെതിരെ പടപൊരുതിയ G. സുധാകരന്റെ ലീഡ് 6118 ആണ്. അവിടുത്തെ H. സലാം SDPIയുടെ പിന്തുണയോടുകൂടി മത്സരിച്ച വ്യക്തിയാണ്. H. സലാമിനെ ജനങ്ങൾ നോ, വേണ്ട എന്ന് പറഞ്ഞിരിക്കുന്നു. G. സുധാകരൻ, TK ഗോവിന്ദൻ, V. കുഞ്ഞികൃഷ്ണൻ ഇവരൊക്കെ പറഞ്ഞത് ശരിയാണ് എന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. നിലവിൽ നോക്കുമ്പോൾ ഈ സമയത്ത് ഈ ഒരു ഘട്ടത്തിൽ ഇവരെല്ലാം ലീഡ് ചെയ്യുകയാണ്. അത് മാത്രമല്ല, ഇവർ പാർട്ടി വിട്ടപ്പോൾ ഈ CPM നേതാക്കൾ പറഞ്ഞത് അവർക്കൊക്കെ ഭരണത്തോടുള്ള ആർത്തിയാണ്, അവസരവാദികളാണ്, അവസരം കിട്ടില്ല എന്ന് അറിഞ്ഞപ്പോഴാണ് ഇത്തരത്തിൽ നീങ്ങിയതെന്നാണ്. പക്ഷെ ജനം കൃത്യമായ ഒരു വിലയിരുത്തൽ തന്നെ നടത്തി എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. തീർച്ചയായും. നോക്കൂ ഗൗതം, ഒറ്റപ്പാലത്ത് BJP രണ്ടാമത്, മേജർ രവി 2ാം സ്ഥാനത്ത്. അവിടെ LDF 56,270 വോട്ട്, NDA BJP സ്ഥാനാർത്ഥി മേജർ രവി 32,879 വോട്ട്. അവിടെ UDF സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് 32,525 വോട്ടാണ്. ഒറ്റപ്പാലത്തും ചലനം സൃഷ്ടിച്ചിരിക്കുന്നു. പലയിടങ്ങളിലും തിരുവനന്തപുരം സെൻട്രലിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ CP ജോൺ അവിടെ ലീഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ 2430 വോട്ടിന്റെ ലീഡേ ഉള്ളൂ. അതെ, അതോടൊപ്പം ഗൗതം, തിരുവനന്തപുരം സെൻട്രൽ ഇപ്പോൾ വോട്ട് ഉയർത്തിയിരിക്കുകയാണ്. NDA 2ാം സ്ഥാനത്തോട്ട് എത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തമിഴ്നാട്ടിൽ ഒരിക്കൽ കൂടി പോകാം. TVK വിജയ് നയിക്കുന്ന TVK 112 മണ്ഡലങ്ങളിൽ ലീഡ് ചെയ്യുന്നു. AIADMK 73 ഇടങ്ങളിൽ ലീഡ് ചെയ്യുന്നു. DMK 52 മണ്ഡലങ്ങളിൽ മാത്രമാണ് ലീഡ് ചെയ്യുന്നത്. അധികാരത്തിലിരിക്കുന്നവർ അഹങ്കാരം കാണിച്ചാൽ, അഹന്ത പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ അവരെ ജനങ്ങൾ കൂത്തെറിയുമെന്നതിൻ്റെ ഏറ്റവും വ്യത്യസ്തത്തിലുള്ള ഉദാഹരണമാണ് ഇപ്പോൾ നമുക്ക് തമിഴ്നാട്ടിൽ കാണാൻ സാധിക്കുന്നത്. കാരണം അവിടെ എക്സിറ്റ് പോളിൽ പോലും DMKക്ക് അനുകൂലമായിട്ടുള്ള ചില നിരീക്ഷണങ്ങളും പ്രഖ്യാപനങ്ങളൊക്കെ ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്. പക്ഷേ അതെല്ലാം തകർത്തടിച്ചുകൊണ്ട് TVKയുടെ മുന്നേറ്റമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വിജയ്ക്ക് വലിയ ഒരു സ്വാധീനം തമിഴ്നാട് ജനതയിൽ
ഉണ്ടാക്കാൻ സാധിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് യഥാർത്ഥത്തിൽ ഒരുപക്ഷെ അത് ഗൗതം വലിയ രീതിയിൽ അത് പഠിക്കുകയും ഒക്കെ ചെയ്തതാണ്. TVK ഇത്ര വലിയൊരു മുന്നേറ്റം കാഴ്ചവെച്ചത് എന്തുകൊണ്ടായിരിക്കാം? ഏതൊക്കെ ഘടകങ്ങളായിരിക്കാം അവർക്ക് അനുകൂലമായത്? എനിക്ക് തോന്നുന്നു DMK വിരുദ്ധമായ വോട്ടുകൾ അല്ലേ, അത് കുറച്ച് ആന്റി ഇൻകംബൻസി അവിടെ വളരെ ശക്തമായിരുന്നു. പ്രത്യേകിച്ച് സ്റ്റാലിന്റെ 10 വർഷത്തെ ഭരണം വലിയ തോതിൽ ജനങ്ങളെ അടിച്ചമർത്തുന്നു, ഭീകരശക്തികളുമായിട്ടുള്ള കൂട്ടുകൂടൽ. അപ്പോൾ ഇതിനെതിരെ സ്വാഭാവികമായിട്ടുള്ളൊരു വലിയ മാസ് വിധിയെഴുത്തുണ്ടായി. വിജയുടെ ഭാഗത്ത് നിന്നും വലിയ പ്രചരണം, അതിശക്തമായ പ്രചരണം നടന്നു. അപ്പോൾ ഇതെല്ലാം TVKയ്ക്ക് ഗുണം ചെയ്തിട്ടുണ്ടാകും എന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷെ അവിടെ ADMKയുടെ ഒരു സർക്കാർ വരാനുള്ള സാധ്യതയാണ്. NDA സർക്കാർ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് തമിഴ്നാട്ടിൽ. തീർച്ചയായും വിജയ്ക്ക് അങ്ങനെ പറ്റുള്ളൂ. ആ ഒരു അലയൻസ് ഉണ്ടാക്കിക്കൊണ്ടേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. തിരുവനന്തപുരം സെൻട്രലിൽ NDA സ്ഥാനാർത്ഥി വോട്ട് ഉയർത്തിയിരിക്കുന്നു. കരമന ജയൻ 2ാം സ്ഥാനത്ത് വന്നിരിക്കുകയാണ്. അവിടെ UDF സ്ഥാനാർത്ഥിയുടെ ലീഡ് CP ജോണിന്റെ ലീഡ് 2430 കുറഞ്ഞിരിക്കുകയാണ്. 2ാം സ്ഥാനത്ത് ഗൗതം എവിടെയൊക്കെ 2ാം സ്ഥാനത്ത് ഇപ്പൊ നോക്കൂ, കരമനയിൽ ക്ഷമിക്കണം, തിരുവനന്തപുരം സെൻട്രലിൽ 2ാം സ്ഥാനത്ത്, പിന്നെ കഴക്കൂട്ടത്തിൽ 2ാം സ്ഥാനത്ത് മഞ്ചേശ്വരം, കാസർഗോഡ്, പിന്നെ ചാത്തന്നൂർ മണ്ഡലങ്ങളിൽ BJP 2ാം സ്ഥാനത്താണ്. രഞ്ജിത്ത് അമ്പാടിയിലേക്ക് ഒന്ന് പോയാലോ? തിരുവനന്തപുരത്ത് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നിയമത്തിന്റെ അപ്ഡേഷൻ വേണം. നിയമമൊപ്പം കഴക്കൂട്ടം അടക്കുന്ന മണ്ഡലങ്ങൾ, തലസ്ഥാനത്ത് തീപാർന്ന മത്സരം നടക്കുന്ന മണ്ഡലങ്ങൾ, ഒന്ന് നേമം, കഴക്കൂട്ടം, മറ്റൊന്ന് ആറ്റിങ്ങൽ. ഇവിടെ മൂന്നും എന്ത് സംഭവിക്കുന്നു? നേമത്ത് 5 റൗണ്ടുകൾ കൗണ്ടിംഗ് പൂർത്തിയായിരിക്കുന്നു. 5 റൗണ്ടുകളിൽ 3928 വോട്ടുകളാണ് രാജീവ് ചന്ദ്രശേഖർ ലീഡ് ചെയ്യുന്നത്. അതിലേറ്റവും ശ്രദ്ധേയമായ കാര്യം, ആദ്യ റൗണ്ടുകളിലൊക്കെ തന്നെ BJP കൃത്യമായ വോട്ട് ഷെയറുള്ള സ്ഥലങ്ങളാണ്. ഇപ്പോൾ 5ാം റൗണ്ട് ആയപ്പോൾ കരമന, ആറ്റുകാൽ മേഖല വരെ എണ്ണിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി ഉള്ളത് 6ാം റൗണ്ടാണ്. കരമന, നെടുങ്കാട്, കൊഞ്ചിറവിള. 7ാം റൗണ്ട് കളിപ്പാങ്കുളം. അവിടെ മുതൽ ഇടതുപക്ഷത്തിന് സ്വാഭാവികമായും നല്ല വോട്ട് ഷെയറുള്ള മേഖലകളാണ്. പിന്നീട് വരുന്നത് കാലടി, കൊഞ്ചിറവിള, കമലേശ്വരം, അമ്പലത്തറ. ആ മേഖലകൾ നമ്മൾ നോക്കേണ്ട കാര്യമില്ല. പിന്നീട് 10ാം റൗണ്ട് മുതൽ 10ാം റൗണ്ട് മുതൽ നീറമൺകര, പാപ്പനംകോട്, പൂഴിക്കുന്ന്, നേമം, വെള്ളായണി, പാപ്പനംകോട്, നീറമൺകര, കരിമം, പാപ്പനംകോട്, അങ്ങനെ 11, 12, 13, 14, ഒടുവിൽ 15 വരുമ്പോൾ തിരുവല്ലം, 16 പുഞ്ചക്കരി, പൂങ്കുളം, പാച്ചല്ലൂർ, 17 വാഴമുട്ടം. ഇങ്ങനെ 11 മുതൽ 15 വരെയും 17 അടക്കമുള്ള വാർഡുകളിലാണ്, റൗണ്ടുകളിലാണ് നമുക്ക് ഏറ്റവും വലിയ പ്രതീക്ഷകൾ. അപ്പോൾ നിലവിൽ 3928 ലീഡ് ഉണ്ടെങ്കിൽ ഇനി ഈ ലീഡ് ക്രമാനുഗതമായി ഉയർത്തിയാൽ ഒരു 7000, 8000, 10000-ത്തിനടുപ്പിച്ചുള്ള വോട്ടുകൾക്ക് വിജയിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇതിനിടയിൽ എന്തെങ്കിലും അടിയൊഴുക്കുകൾ ഉണ്ടെങ്കിൽ മാത്രമേ അതൊരു തടസ്സമായി മാറുകയുള്ളൂ. അതുപോലെ തന്നെ ഏറ്റവും പ്രതീക്ഷ അർപ്പിക്കാവുന്ന ഒരു മണ്ഡലമാണ് കഴക്കൂട്ടത്ത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, കഴക്കൂട്ടത്ത് ഇപ്പോൾ 4 റൗണ്ടുകൾ പൂർത്തിയായിരിക്കുന്നു. വെറും 543 വോട്ടുകൾ മാത്രമാണ് കഴക്കൂട്ടത്ത് ഇപ്പോൾ ലീഡുള്ളത്. അതിൽ ആദ്യ റൗണ്ടുകളിൽ പ്രധാനമായും എണ്ണിയ മേഖലകൾ നമുക്ക് പറയാം. 4 റൗണ്ടുകൾ എണ്ണിയത് കഴക്കൂട്ടം, ചന്തവിള, കാട്ടായിക്കോണം, ചേങ്കോട്ടുകോണം. ഇതൊക്കെ തന്നെ CPM-ന് വലിയ അപ്രമാദിത്യമുള്ള മേഖലകളാണ്. അവിടെയാണ് വി മുരളീധരൻ കേവലം 540 വോട്ടുകൾക്ക് 500 സംതിങ് വോട്ടുകൾക്ക് മാത്രം പിന്നിട്ട് നിൽക്കുന്നത്. ഇനിയുള്ള മേഖലകൾ എന്ന് പറയുന്നത് ഞാണ്ടൂർക്കോണം മുതൽ അല്ലെങ്കിൽ പൗടിക്കോണം മുതൽ പാങ്ങപ്പാറ, ശ്രീകാര്യം ടൗൺ വരുന്നു, പള്ളിത്തുറ വരുന്നു, പിന്നീട് കുമാരപുരം വരുന്നു, കണ്ണമ്മൂല വരുന്നു, പോങ്ങമൂട് വരുന്നു, മെഡിക്കൽ കോളേജ് മേഖല വരുന്നു. ഇതൊക്കെ തന്നെ കൃത്യമായി BJPക്ക് വോട്ടുള്ള മേഖലകളാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ ഏറ്റവും പ്രധാനമായി BJP പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു നിയമസഭാ മണ്ഡലമാണ് കഴക്കൂട്ടത്ത് കൃത്യമായി തന്നെ വർക്ക് നടത്തുന്നുണ്ട്. കഴക്കൂട്ടത്ത് കടകംപള്ളിക്ക് തൊട്ടു പിന്നിൽ CPM-ന്റെ പ്രധാനപ്പെട്ട മേഖലകളിൽ കടകംപള്ളിക്ക് തൊട്ടു പിന്നിൽ വി മുരളീധരനുണ്ട്. അവിടെയും ഒരു ശ്രദ്ധേയമായ കാര്യം, കഴിഞ്ഞ തവണകളൊക്കെ പുറകിലേക്ക് പോയ UDF-ന്റെ സ്ഥാനാർത്ഥി ശരത്ചന്ദ്ര പ്രസാദ് തൊട്ട് പിന്നിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. ഇത് തന്നെയാണ് നേമത്ത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചത്. 2016-ൽ 13000 വോട്ട് മാത്രമാണ് UDF-നുണ്ടായിരുന്നത്. അന്നാണ് 8000-ത്തിലധികം വോട്ടുകൾക്ക് O രാജഗോപാൽ ജയിച്ചത്. 2021 എത്തിയപ്പോൾ കെ മുരളീധരൻ 36,000 ആക്കി. തൊട്ട് മുൻപത്തെ തെരഞ്ഞെടുപ്പിനേക്കാൾ 23,000 വോട്ട് വർദ്ധിപ്പിച്ചു. അവിടെയാണ് 3000 സംതിങ് വോട്ടുകൾക്ക് കുമ്മനം രാജശേഖരൻ പരാജയപ്പെട്ടത്. ഇപ്പോൾ ഇതാ ശബരിനാഥ് തൊട്ടു പിന്നിൽ തന്നെ വോട്ട് നേടിക്കൊണ്ട് മുന്നേറുകയാണ്. ഇത് എവിടേക്ക് എത്ര വോട്ടുകൾ ശബരിനാഥ് നേടും എന്നതിനെ ആശ്രയിച്ചിരിക്കും അവിടുത്തെ NDA സ്ഥാനാർത്ഥിയുടെ വിജയ പരാജയ ഘടകങ്ങൾ. 25,000-ന് മുകളിൽ UDF-ന്റെ വോട്ട് പോകില്ല എന്ന് തന്നെയാണ്
കഴിഞ്ഞ ദിവസം വരെ NDA കണക്ക് കൂട്ടിയിരുന്നത്. എന്നാൽ ഇപ്പോൾ നിലവിൽ അതല്ല ട്രെൻഡ് എന്നുള്ളത് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ പരമാവധി 30,000 വോട്ടിന് താഴെ UDFന്റെ വോട്ട് നേട്ടമുണ്ടാകുമെങ്കിൽ നിയമം തീർച്ചയായും ഇത്തവണ താമര വിരിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ബംഗാൾ തന്നെയാണ് അല്ലേട്ടാ ജോഡി ചേച്ചി. 181 ഇടങ്ങളിലാണ് ഇപ്പോൾ താമരയുടെ തേരോട്ടം. അക്ഷരാർത്ഥത്തിൽ കാവി തേരോട്ടത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് വംഗദേശം. അല്ലേട്ടാ ഒന്ന് പറയല്ലേട്ടാ. എവിടെ നിൽക്കുന്നു? മമതാ ബാനർജി എവിടെ നിൽക്കുന്നു? വട്ടപൂജ്യത്തിൽ CPM നിൽക്കുന്നു. അല്ലാതെ നേരത്തെ രോഹിണി ചൂണ്ടിക്കാണിച്ചതുപോലെ, അതായത് സ്ത്രീകൾക്ക് സുരക്ഷ വേണം. ആ സുരക്ഷ നൽകാൻ ഒരു സ്ത്രീ കൂടിയായിട്ടുള്ള മമതയ്ക്ക് സാധിച്ചില്ല. ദീദി ദീദി എന്നൊക്കെ വിളിക്കുകയാണെങ്കിൽ ദീദിയുടെ ആറ്റിറ്റ്യൂഡ് വേറെയായിരുന്നു അല്ലേ? ദീദി ഈ ഗുണ്ടകളുടെ കൂടിയായിരുന്നു. ഗുണ്ടാരാജിനൊപ്പമായിരുന്നു ദീദി അല്ലെ? ദീദിയുടെ ആളുകൾ ഏതൊരു ഷെയ്ക്കൊക്കെ ഇപ്പോൾ ജയിലിൽ കിടക്കുക. ബഹുമാനപ്പെട്ട നീതിപീഠം പറഞ്ഞത് ഈ ഉയർന്ന ആരോപണങ്ങളിൽ 1% ശരിയായി വരികയാണെങ്കിൽ എത്രത്തോളം നാണം കെട്ട് തല കുനിക്കേണ്ടി വരും ഭാരതം. ശരിയല്ലേ? ഒരു ധാർഷ്ട്യം വെച്ച് ഒരു അധികാരം വെച്ച് പാവപ്പെട്ട നിരാലംബരായ സ്ത്രീകളെ ചൂഷണം ചെയ്യുക. എന്തൊക്കെ തോന്നിവാസങ്ങൾ അവിടെ നടക്കുന്നത്. എന്തായാലും മാത്രമല്ല വികസന മുരടിപ്പ് ഇവരാണ് ഏറ്റവും കൂടുതൽ അഴിമതി നടത്തിയത്. അതിനൊക്കെ എതിരെയുള്ള ശക്തമായ